നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസത്തെ കനത്ത സെല്ലിങ്ങിന് ശേഷം നിഫ്റ്റിയും സെൻസെക്സും പ്ലസിൽ ക്ലോസ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. US-ഇന്ത്യ വ്യാപാര കരാറിൽ കാലതാമസം നേരിടുന്നതും IT സെക്ടറിൽ പ്രത്യേകിച്ച് TCS പോലുള്ള കമ്പനികൾ ഏതാണ്ട് 12,000 പേരെ പിരിച്ചുവിടുന്നതുമായിട്ടുണ്ടായ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസും, അതുപോലെ Q1 റിസൾട്ട് പ്രതീക്ഷിച്ചത്ര നന്നാവാതിരുന്നതും, IIP ഡേറ്റ ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ IIP ഡേറ്റ 3 വർഷത്തെ ലോയിൽ വന്നതും, FISൻ്റെ കനത്ത സെല്ലിങ്ങും എല്ലാം കൂടി 2-3 ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടാണ്. അതിനൊരു വിരാമമായിരിക്കുകയാണ്. ഇന്ന് മിഡ് ക്യാപ്പ് ഏതാണ്ട് 0.85%, സ്മോൾ ക്യാപ്പ് 1.12% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 140 പോയിൻറ്റ് ഗെയിനോടുകൂടിയും സെൻസെക്സ് 447 പോയിൻറ്റ് ഗെയിനോടുകൂടി ഏതാണ്ട് 0.5% മുകളിൽ ഗെയിനോടുകൂടിയാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. IT ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. റിയാലിറ്റി, മെറ്റൽ, ഫാർമ എല്ലാം 1% പ്ലസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ പ്രധാനമായും വരാനുള്ള ഡേറ്റകൾ ഫെഡിൻ്റെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ആമസോൺ ആപ്പിൾ എന്നിവയുടെയൊക്കെ റിസൾട്ടാണ് ഇനി അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഗതിയെ തീരുമാനിക്കുന്നത്. ഇന്ത്യയും US-ഉമായിട്ടുള്ള ഒരു വ്യാപാര കരാറിൻ്റെ കാലതാമസം നേരിടുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള ഒരു കാരണമാണ്. ഇനി ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് തീരുമാനമാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് അറിയുന്നത്. ഇനി അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ ഏതാണ്ട് ആഗസ്റ്റ് മാസം പകുതിയോടുകൂടി വരികയുള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായാൽ ഒരു പക്ഷേ മാർക്കറ്റിന് ഇപ്പോൾ ഉണ്ടായ ബുള്ളിഷ്നസ് മീൻസ് ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിങ് കുറച്ച് ദിവസത്തോടെ നിലനിർത്താനായേക്കും. അതുപോലെ ഏഷ്യർ മോട്ടറിൻ്റെ റിസൾട്ട് റവന്യൂ കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റ് വീണ്ടും കുറയുന്നുണ്ട്. അപ്പോളോ മൈക്രോസിസ്റ്റവും ഏതാണ്ട് ഡബിളായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലാർജ് ക്യാപ്പ് കമ്പനികളാണ് കൂടുതലും നല്ല രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും പ്രതീക്ഷിച്ചത്ര നന്നായിട്ടില്ല. എങ്കിലും വരുന്ന നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നല്ല റിസൾട്ട് ഉള്ള കമ്പനികളെ നോക്കി വയ്ക്കുക. മാർക്കറ്റിൻ്റെ ഇടിവിൽ പ്രത്യേകിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.